ഓൺലൈൻ മാധ്യമ രംഗത്ത് 12 വർഷങ്ങൾ പിന്നിട്ട കെ ന്യൂസ് ചാനൽ 12ാം വാർഷികം ആഘോഷിച്ചു. കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ കെ ന്യൂസ് ചീഫ് എഡിറ്റർ SM അൻവർ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് ഭാരവാഹികളും മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു. സത്യസന്ധമായ വാർത്തകൾ, ജനങ്ങളുടെ ശബ്ദമായി നിലകൊള്ളുന്ന നിലപാട്, സാമൂഹിക ഉത്തരവാദിത്വം ഇതെല്ലാം തന്നെയാണ് കെ ന്യൂസിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് KMPU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗീവർ ചാലിശ്ശേരി പറഞ്ഞു. വാർത്തകളോടുള്ള സത്യസന്ധതയും ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവുമാണ് കെ ന്യൂസിന് 12 വർഷം പിന്നിടാനായതെന്ന് കൂറ്റനാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മൂസ മാസ്റ്റർ പറഞ്ഞു. 12ാം വാർഷികം ആഘോഷിക്കുന്ന കെ ന്യൂസിന് മുതിർന്ന മാധ്യമപ്രവർത്തകനായ TVM അലി, പ്രദീപ് ചെറുവാശ്ശേരി, രഘു പെരുമണ്ണൂർ, ഇസ്മായിൽ പെരുമണ്ണൂർ, റഹീസ്, ഉമാശങ്കർ, ഷിബിൻ, പ്രസാദ് എന്നിവർ ആശംസകൾ നേർന്നു. ഓരോ ചാനലുകളും 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലമൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇല്ലാതെ ഒരു സ്ഥിതി ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു വൈരുദ്ധ്യമായിട്ടുള്ളൊരു കാഴ്ച തൃത്താലയിൽ കാണാൻ കഴിയുന്നത് കെ ന്യൂസിനെ പോലെ 12 വർഷം എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും നവമാധ്യമങ്ങൾ പ്രചാരം നേടിയിട്ടില്ലാത്ത കാലത്ത് തുടങ്ങിയ ആ കെ ന്യൂസ് എന്ന് പറയുന്ന ചെറിയ സംഘം ഇന്ന് ഒരു 12 വർഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു വർഷമാണ്. അതിലേക്ക് എത്തുക, ഏതാണ്ട് കണ്ടമാനം വ്യൂവേഴ്സ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ആ ചാനലിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും സത്യസന്ധയും അവർ വെച്ചു പുലർത്തുന്ന വാർത്തയോടുള്ള പ്രതിപത്തിയൊക്കെയാണ് നമുക്ക് വ്യക്തമാവുന്നത്. എന്തായാലും കൂറ്റനാട് പ്രസ് ക്ലബ്ബ് ആ ചെറിയ അവരെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. ഇത്തരത്തിലുള്ള മാധ്യമങ്ങളെ, നവമാധ്യമങ്ങളെ, പ്രധാന മാധ്യമങ്ങളോടൊപ്പം ഇത്തരത്തിലുള്ള ചെറിയ മാധ്യമങ്ങളെയും ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നിച്ച് കൊണ്ടുപോകാൻ എന്നും ഉണ്ടാവും. കൂറ്റനാട് പ്രസ് ക്ലബ്ബ് അതിൽ യാതൊരു സംശയവും വേണ്ട. നല്ല രീതിയിലുള്ള എല്ലാ വാർത്താ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തക്കതായുള്ള പിന്തുണയും പ്രോത്സാഹനവും കൂറ്റനാട് പ്രസ് ക്ലബിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ആധികാരികമായിട്ട് ഞങ്ങൾക്ക് പറയാനും കഴിയും. സോഷ്യൽ മീഡിയയുടെ വരവോടെ നമ്മുടെ മാധ്യമ രംഗത്ത് വലിയ ഒരു കുതിച്ചുചാട്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് ആർക്കും പത്രപ്രവർത്തകരാവാം എന്നുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഒരുപാട് അപജയങ്ങളും സംഭവിച്ചിട്ടുണ്ട്. വാർത്താമാധ്യമ രംഗത്ത് അതിൻ്റെ ക്രെഡിബിലിറ്റി നിലനിർത്തുക എന്നുള്ളത് ഏറെ ക്ലേശകരമായ കാര്യമാണ്. പത്രപ്രവർത്തനത്തോട് ആഭിമുഖ്യം, അർപ്പണബോധം എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകനായി മുന്നേറാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഭാരതപ്പുഴ തീരത്ത് കൂടല്ലൂർ ഗ്രാമത്തിൽ MTയുടെ ജ്ഞാനപീഠം കിട്ടിയ ഒരു നാട്ടിൽ നിന്നാണ് കെ ന്യൂസിൻ്റെ ആവിർഭാവം. ആ കെ ന്യൂസ് 12ാം വാർഷികം ആഘോഷിക്കുന്ന ഈ മംഗള മുഹൂർത്തത്തിൽ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇതിൻ്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന അൻവർ ദീർഘകാലമായി എനിക്കറിയാവുന്ന സുഹൃത്താണ്. ഞങ്ങൾ നിരവധി തവണ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ കൂറ്റനാട് പ്രസ് ക്ലബിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഇതിൽ മെമ്പറായതോടുകൂടി അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന മേഖലയിൽ ഒരുപാട് വളർച്ച വന്നിട്ടുണ്ടെന്ന് നമുക്ക് വീക്ഷിച്ചാൽ കാണാവുന്നതാണ്. ആ വളർച്ച കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഈ വേളയിൽ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാധ്യമ രംഗത്ത് 12 വർഷം പൂർത്തിയാക്കുന്ന കെ ന്യൂസിന് കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. സത്യസന്ധമായി ജനങ്ങളുടെ ജനപ്രീതി നേടി കെ ന്യൂസിൻ്റെ യാത്ര ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. കെ ന്യൂസ് ടീം അംഗങ്ങൾക്ക് KMPUവിൻ്റെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ അച്ചടി മാധ്യമങ്ങളും ഒത്തൊരുമിച്ചിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള വാർത്തയുടെ ആ ഒരു കേന്ദ്രമാണ് നമ്മുടെ ഈ കൂറ്റനാട് പ്രസ് ക്ലബ്ബ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അതിൽ ഉൾപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കെ ന്യൂസിൻ്റെ അഡ്മിനായിട്ടുള്ള ഒരു വ്യാഴവട്ടക്കാലമായി അദ്ദേഹം ഈ കെ ന്യൂസ് തുടങ്ങിയിട്ട്, അപ്പോൾ അദ്ദേഹത്തിനും ആ കെ ന്യൂസിനും ഇനിയും കൂടുതൽ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന്
ആശംസിക്കുകയാണ്. വീക്ഷണം പത്രത്തിൻ്റെ റിപ്പോർട്ടർ, തൃത്താല റിപ്പോർട്ടർ എന്ന നിലയിലും അതുപോലെ തന്നെ ചാലിശ്ശേരി വാർത്തകളുടെ കുടുംബിൻ എന്ന നിലയിലും കെ ന്യൂസിന് ഭാവിയിൽ കൂടുതൽ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. 12 വർഷം പൂർത്തിയാക്കുന്ന നമ്മുടെ കെ ന്യൂസിന് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. അതിൻ്റെ അഡ്മിനായിട്ടുള്ള അൻവറിനും കൂറ്റനാട് ന്യൂസിൻ്റെയും എൻ്റെയും ആശംസകൾ അറിയിക്കുന്നു. 12 വർഷം വിജയകരമായി പിന്നിട്ട വേളയിൽ ചാനലിന്റെ പ്രേക്ഷകരോടും മാധ്യമ സുഹൃത്തുക്കളോടും കൂറ്റനാട് പ്രസ് ക്ലബിനോടും കെ ന്യൂസ് ചീഫ് എഡിറ്റർ SM അൻവർ നന്ദി പറഞ്ഞു. വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാനില്ലെങ്കിലും കുറഞ്ഞ കാലം കൊണ്ട് ജനപ്രീതി ആർജിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു വിശ്വാസം നേടിയെടുക്കാനുള്ള പ്രധാന കാരണം ഈ കൂറ്റനാട് പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിന് ഫലമായുള്ള മാധ്യമ പ്രവർത്തന പരിചയമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു നേട്ടം കൈവരിക്കാൻ സഹായിച്ച കൂറ്റനാട് പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരോടും ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ചാനലിനെ നെഞ്ചിലേറ്റിയ എൻ്റെ പ്രിയ പ്രേക്ഷകരോടും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ ചാനലിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.